ഞാൻ ഇന്ന് നെട്ടി എണീച്ചത് തന്നെ നമ്മുടെ കൊണ്ടോട്ടി EMEA കോളേജിൽ ഒരു ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് തന്നെ റെഡി ആവണം. ഈ ഫേസ് വാഷ് ഇന്നത്തോട് കൂടി കഴിഞ്ഞു. നല്ല ഫേസ് വാഷ് ആണ്. ഏതെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? വേറെ നല്ല ഫേസ് വാഷ് നിങ്ങൾ അറിവിലുണ്ടെങ്കിൽ ഒന്ന് പറയട്ടാ. ഇനി എന്നും ചെയ്യണ പോലെ തന്നെ മടിയന്മാരെ ബ്രേക്ക്ഫാസ്റ്റ് എഗ്ഗും പഴവും കുറച്ച് പാത്രങ്ങളൊക്കെ കേക്ക് കണ്ടെന്നു അത് കഴിച്ചു. പിന്നെ ഒരു കത്തി കഴിക്കിന്റെ റിസൾട്ട് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇനി നമുക്ക് കോൾഡ് കോഫി ഒന്നും ഇല്ല, നമ്മളൊരു കട്ടൻ കാപ്പിയാണ് ഇട്ടു. അതിന്റെ ഇടയിൽ എഗ്ഗ് ചാടി പോകുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇമ്മ കൊടുത്ത റേഷനറി അപ്പോൾ ഇന്നെ നോക്കി ചിരിച്ചു. ഇന്നെങ്കിലും ഇന്നൊന്നും ഉണ്ടാക്കണമെന്ന്. ഇന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. വേഗം പോയി താടിമുടിയൊക്കെ റെഡി ആക്കണം. എന്തോരം പെൺകുട്ടികളാണ് കോളേജിലുള്ള. അതിന് വേണ്ടി ഹൈലൈറ്റ് ബിസിനസ്സിൽ പോയത്. അവിടെ ആണെങ്കിൽ 11 തുറക്കുള്ളൂ മൂഞ്ചി. പിന്നെ നോക്കിയില്ല, ഒരു സലൂൺ കയറി കട്ടിങ്ങാണ് തുടങ്ങി. മുടി വെട്ടാൻ കയറിയാൽ അധിക സമയം നോയ്സ് സ്ട്രിപ്പ് ഒട്ടിക്കൂട്ടാ. ഒട്ടിക്കണ മുന്നേ മൂക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒട്ടിക്കുക. എന്നിട്ടാണ് പറിച്ചെടുത്ത് അതേപോലെ ബ്ലാക്ക് ഹെഡ്സും പഠിച്ചിട്ട് പറഞ്ഞാൽ പോരും. ആവശ്യമുള്ളവർക്ക് ഞാൻ പ്രൊഡക്റ്റ് വേണ്ട ടാഗ് ചെയ്യുന്നത് വാങ്ങിച്ചോളി. അത് കഴിഞ്ഞ് റൂമിൽ വന്നാണ് കുളിച്ചാൻ റെഡി. സലൂണിലും കയറി ചെയ്യാത്തതുകൊണ്ട് ഹീറ്റർ വെച്ച് കണ്ട് സെറ്റ് ആക്കാൻ പറ്റില്ല. ഞാനും സെറ്റ് ആക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല. വീണ്ടും സലൂണിൽ പോയാണ് സെറ്റ് ആക്കി നോക്കി. പക്ഷെ എന്ത് ചെയ്തിട്ട് ഒരു മെനഡ് കിട്ടി. അത് നമ്മൾ നേരെ കോളേജിലേക്ക് ഓനെ ബാക്കിൽ എത്തി നമുക്ക് പറ്റില്ല. അനുവാദം കൂടാതെ കോളേജിൽ കൊണ്ടുവരാൻ പറ്റില്ല. നേതാവ് സെലീലിന്റെ അനുവാദം കിട്ടിയപ്പോൾ ഞങ്ങൾ ഉള്ളിക്കട കയറി. ഉള്ളിൽ പോയി കുറച്ചു നേരം ഗസ്റ്റ് റൂമിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. അതാണ് കാലിക്കറ്റിന്റെ സ്വന്തം ഫുഡി സ്പോട്ട്. ഇവിടെ വന്നിരുന്നിട്ടുള്ളൂ. യൂണിയന്റെ നേതാക്കന്മാരൊക്കെ വന്നിട്ട് ജ്യൂസാണ് വന്നു. ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാരെ ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ്. ഈ കുതിര ഹെയർ സ്റ്റൈൽ കണ്ട് ഓൾക്ക് റഷ് ചെയ്യുന്ന കേട്ടെ. അത് കഴിഞ്ഞ് നേരെ റിബൺ കട്ടെത്താണ്ട് ഉൾക്കടിച്ചു. നമ്മൾ EMEA രണ്ടാമത്തെ ഫെസ്റ്റിനാണ് ഇവിടെ വരുന്നത്. അന്നത്തെ അതേ വൈബ് ഞാൻ അവിടെ പ്രതീക്ഷിച്ചു. നമ്മളും ജഡ്ജ്മെന്റ് ഒപ്പായതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് നമ്മൾ ഒപ്പം നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കൗണ്ടറിൽ പോയപ്പോൾ ഭയങ്കര വൈബ് ആയിരുന്നു. ഈ സാധനമാണ് നമുക്ക് കിട്ടേണ്ടത്. 2 വർഷം മുമ്പ് വന്ന വീഡിയോ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, അന്ന് കണ്ടോക്കോ. എന്തായാലും അന്നത്തെ ഇന്നത്തെ ഫുഡ് ഫെസ്റ്റ് ഒക്കെ വമ്പ സംഭവമായിട്ട് നടത്തിയിട്ടുള്ളൂ. ഇവിടെ 2 ആൾക്കാർ കത്തുപാട്ട് കഴിക്കണം. നമുക്ക് പിന്നെ ആദ്യം തന്നെ മൂട്ടിൽ തീ പിടിച്ച് ഓടാൻ വയ്യ. പിന്നെ ഞങ്ങൾ ഒരു പാനിപ്പൂരിയാണ് കഴിച്ചു. അത് കഴിഞ്ഞ ഒരു കോട്ടങ്ങാനി ഉണ്ടാക്കി തരാൻ പറഞ്ഞു. കോട്ടങ്ങാനി പോക്കോണൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, കറണ്ട് വെക്കണം. എന്നാൽ അപ്പുറത്തുനിന്ന് ഒരു ഓംലേറ്റ് അടിക്കാന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഗ്യാസും കഴിച്ചു. അപ്പൊ പിന്നെ അപ്പുറത്തെ കൗണ്ടർ പോയി കണ്ട് ഒരു സ്വീറ്റ്സ് കഴിച്ചാണ്. ഷുഗർ ഉണ്ട് ഉള്ളത് കുറവാണ്. ഐ മീൻ ഗ്ലൂക്കോസ് കുറഞ്ഞ ഷുഗർ. നമ്മൾക്ക് പ്രശ്നം ഉണ്ടാവല്ലോ ബോഡിക്ക്. സ്റ്റിവിയ പറഞ്ഞൊരു പ്ലാന്റ് എടുത്തൊരു സാധനമാണ്. സ്റ്റിവിയ അറിയില്ലേ? എനിക്കെങ്ങനെ അറിയാം? എനിക്ക് തിന്നാൻ മാത്രമേ അറിയുള്ളൂ. സ്റ്റുഡൻസ് ആണ് നമുക്ക്. ഞാൻ ബയോ കെമിസ്ട്രി ഫുഡ് ബ്ലോഗറാണ്. എന്നോട് നിന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അത് നമുക്ക് പറ്റിയ ഏരിയ അല്ല. അതുകൊണ്ട് അപ്പുറത്ത് വെക്കാണ്ട് ഒരു ചിക്കൻ റോൾ എടുത്താണ് കഴിച്ചു. ലാസ്റ്റ് നല്ലൊരു മൊമെന്റും കിട്ടിക്കാണ്ട് നമ്മളാണ് പോന്നിട്ടാ. ബൈ.